ഓക്കെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് നമ്മളൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ സാധനം നാട്ടിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില സ്ഥലങ്ങളിലുണ്ട്, പക്ഷെ എല്ലാവരും ഉപയോഗിക്കുന്നില്ല. ഇത് നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് നമ്മളെ മോട്ടർ. ഇത് നമ്മൾ വെള്ളം അടിക്കാൻ ഉപയോഗിക്കുന്ന മോട്ടറാണ്. ടാങ്കിയിലേക്ക് വെള്ളം അടിക്കാൻ ഉപയോഗിക്കുന്ന മോട്ടറാണ്. ഇത് ഓട്ടോമാറ്റിക് വാട്ടർ കൺട്രോളറാണ്. ഇത് അവാമയാണ്. അവാമ കൂറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വാട്ടർ കൺട്രോൾ ചെയ്യുന്ന ഒരു ബോളാണ്. ഈ സാധനം നമ്മൾ ടാങ്കിന്റെ ഉള്ളിൽ വെള്ളം വരുന്ന സ്ഥലത്താണ് ഫിറ്റ് ചെയ്യുക. ഈ ഓട്ടോമാറ്റിക് കൺട്രോളർ നമ്മൾ എന്താക്കും, ഇത് നമ്മൾ ഈ മോട്ടറിന്റെ മേലെയും ഫിറ്റ് ചെയ്യും. അങ്ങനെ ഇത് നമ്മൾ കറണ്ടിൽ പിടിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇവിടുന്ന് വെള്ളം അടിച്ച്, ഈ വെള്ളം നമ്മൾ അടിച്ചിട്ട് ടാങ്കിയിൽ വെള്ളം നിറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം അടിച്ച് നമ്മളെ ടാങ്കിയിൽ എത്തൂലേ, ടാങ്കിയിൽ എത്തുമ്പോൾ ഇത് അവാമ ഇങ്ങനെയാണ് കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെയാണ് വെള്ളം വന്ന് 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 ഇതിങ്ങനെ പൊന്തി ഇങ്ങനെ ആകുമ്പോൾ വെള്ളം ഓഫാവും. വെള്ളം ഇവിടെ നിൽക്കുമ്പോൾ ഈ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. പിന്നെ വെള്ളം കുറയുന്നതിനനുസരിച്ച്, വെള്ളം ഇതിങ്ങനെ കുറയുന്നതിനനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഓട്ടോമാറ്റിക് ഫിറ്റാക്കുന്നത്. ഈ സാധനം നമ്മളെ വീടുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മോട്ടർ ഓൺ ആക്കേണ്ട ആവശ്യമില്ല, മോട്ടർ ഓഫ് ആക്കേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ടാങ്കിയിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും, കുറയുന്നതിനനുസരിച്ച് നിറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സാധനം നാട്ടിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയും. ഇത് എല്ലാ വീടുകളിലും, എൻ്റെ വീടിൻ്റെ ചുറ്റും ഒരു 50 വീടുകളിലെങ്കിലും ഉണ്ട്. അവിടെ മിക്ക വീടുകളിലും വെള്ളം നിറഞ്ഞ് ഓവർഫ്ലോയിലൂടെ പുറത്തേക്ക് പോകുമ്പോഴാണ് ഓല് പോയിട്ട് ഓഫാക്കുന്നത്. ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ടാങ്കിയിൽ വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിലും, പിന്നെ നാട്ടിലെ പ്ലംബർമാർ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ സാധനം ഒന്ന് ഉപയോഗിച്ചോളൂ. ഈ സാധനം നാട്ടിൽ കിട്ടാനുണ്ടോ, എത്ര രൂപയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്.